വെൽക്കം ടു ലിസബത്ത്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉഴുന്നുവടയാണ്. അപ്പോൾ ഉഴുന്നുവട നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് ഉഴുന്നുവട മേക്കർ വെച്ചിട്ടാണ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് വട മേക്കർ, കണ്ടോ? ഇതിങ്ങനെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മാവ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. കണ്ടോ, താഴെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വടയുടെ മാവ് നമുക്കാദ്യം തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് ഉഴുന്നും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ 2 മണിക്കൂർ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉഴുന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പ്ലിറ്റ് ചെയ്താൽ ഉഴുന്നെടുക്കരുത്. നമ്മൾ ആ മുഴുവനായിട്ടുള്ള ഉഴുന്ന് പരിപ്പ് വേണം എടുക്കാനായിട്ട്. ഉഴുന്ന് മാക്സിമം 2 മണിക്കൂറേ കുതിർക്കാവുള്ളൂ, അല്ലെങ്കിൽ വട ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. മാവ് തയ്യാറാക്കാൻ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇപ്പോൾ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണേലും മതി. ചെറിയ ഉള്ളി ആയിരിക്കും കേട്ടോ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഞാൻ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 തണ്ട് കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞ്. 2 നുള്ള് കായപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. അത് അപ്പത്തിൻ്റെ പൊടിയോ പുട്ടുപൊടിയോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയല്ല, അത് ക്രഷ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളിടുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഉഴുന്നരയ്ക്കാനായിട്ട് നമുക്ക് ഐസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ വേണം, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ചെറിയൊരു തരി വേണം, ഒത്തിരി ഫൈനായിട്ട് അരയ്ക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ ലൂസായിരിക്കണം ഈ മാവ്. നമ്മൾ ആ വട മേക്കറിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം താഴേക്ക് മാവ് വരണമെങ്കിൽ കുറച്ചൊരു ലൂസായിരിക്കണം എന്ന് കരുതി ഒത്തിരി ലൂസാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ മാവ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഞാൻ ഉഴുന്നരയ്ക്കുന്നത് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ടാണ്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് അരയ്ക്കേണ്ടി വരും. ആദ്യം എന്തായാലും ഒരു ഐസ് ക്യൂബ് ഇട്ട് അരയ്ക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം വീണ്ടും അരയ്ക്കാനായിട്ട്. മാവ് ഉണ്ട് കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്. നമുക്കിതിലേക്ക് കുറച്ച് ഐസ് വാട്ടറും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിക്കാം. ഉഴുന്ന് പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന ഉഴുന്നും കൂടെ നമുക്ക് അരച്ചെടുക്കാം. മാവ് ഇവിടെ അരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കണം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് ഈ മാവൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് പതപ്പിക്കാം. ഇതിലൊരു കുറച്ച് വെള്ളം കൂടി ആവാം കേട്ടോ, കാരണം നമ്മൾ സാധാരണ എടുക്കുന്നതിൽ ഒരു പൊടിക്ക് ലൂസ് ആവണം. അപ്പോൾ കുറച്ച് ഐസ് വാട്ടർ തന്നെ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതാണ് ഈ സ്പൂൺ, ഒരു 2 സ്പൂൺ മതിയോ? അത്ര മതി. നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. മാവ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പിടാം, 1 ടീസ്പൂൺ. ഇട്ടിട്ട് നോക്കണം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിന് ഇടണേ. കുരുമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവാള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയാവും. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം നേരം പുറത്ത് വയ്ക്കണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത് വറക്കുന്ന സമയത്ത് എണ്ണ കൂടുതൽ വട കുടിക്കും. മാവ് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇത് കണ്ട
കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത് മാവ്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരിയിടാം. ഒരു വട ഉണ്ടാക്കുമ്പം നമുക്കറിയാം വെള്ളം പാകമാണോ അതേ കുറച്ചുകൂടെ വെള്ളം വേണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ അന്നേരം ചേർത്ത് കൊടുക്കാം. കാരണം ആദ്യമേ വെള്ളം കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ഞാനും ഈ പറഞ്ഞോണം ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ ഒരു പരീക്ഷണമാണിത്. ഓരോ വട ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ വട മേക്കർ ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. മാവ് താഴേക്ക് ഒഴുകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഫ്രൈ ചെയ്യുമ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്, ഇനി നമുക്കിത് ഉണ്ടാക്കാം. വട നമ്മൾ ഇടയ്ക്കൊക്കെ മറിച്ചിട്ട് കൊടുക്കണം. വലിയ കുഴപ്പമില്ല കേട്ടോ. ഈ കുറച്ച് തിന്നാന്ന് മാത്രം ഞാനിപ്പോൾ ആദ്യം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഉണ്ടാക്കി വരുന്നതോറും ചിലപ്പോൾ കുറച്ചും കൂടെ നന്നാവുമായിരിക്കും. നോക്കാം നമുക്ക്. വട ഇവിടെ മൂത്തിട്ടുണ്ട്, നമുക്കെടുക്കാം. ആദ്യത്തെ ട്രിപ്പായിട്ടുണ്ട്. അടുത്ത ട്രിപ്പും മൂത്തിട്ടുണ്ട്, ഇനി എടുക്കാം. ഇപ്പോൾ ഈ വട ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായ എന്താണെന്നറിയോ, നമുക്ക് എന്തോരം വലിപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാവ് അതിൽ വന്നു കഴിയുമ്പോൾ വേണം നമ്മൾ മുകളിൽ നിന്ന് കൈ പതുക്കെ അങ്ങ് വിടാനായിട്ട്. അപ്പോൾ വടയ്ക്ക് കുറച്ചും കൂടെ വലിപ്പം വരും. ഈ വട കണ്ടോ, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് മറ്റുള്ള വടയെ അപേക്ഷിച്ച് ഈ വടയ്ക്ക് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും എളുപ്പം കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് ട്രൈ ചെയ്യുന്നത്. അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പം കൈവച്ച് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ചിലപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. ഇത് അറിയില്ലാത്തവർക്കാണ് ഇത് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്നത്. വട വറക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആണ്. ഇപ്പോൾ ഈ വട കണ്ടോ, ശരിക്കും നല്ല വലിപ്പമൊക്കെ ഉണ്ട്. ഓരോ വട ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ വട മേക്കർ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ വട ഉണ്ടാക്കൽ ഇവിടെ ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പം ലാസ്റ്റായപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയി കേട്ടോ. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത്. ഇനി വടയ്ക്ക് പറ്റിയ ഒരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളേ, അത് നമുക്ക് ഇതിലേക്കിടാം. ഒരു ചുവന്നുള്ളി, ഒരു 1.5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇതും കൂടി ഇതിലേക്കിടാം. ഇനി കുറച്ച് മല്ലിയില. ഒരു ഗ്രീൻ ചട്നിയാണ് തയ്യാറാക്കുന്നത്. 2 സ്പൂൺ തൈര്, പാകത്തിന് ഉപ്പ്. ഉപ്പ് കുറച്ചിടാം, വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. ചട്നി ഒത്തിരി നൈസായിട്ട് അരയ്ക്കരുത്, ചെറിയൊരു തരിയൊക്കെ വേണം. അപ്പോൾ ഇപ്പോൾ പാകത്തിന് അരഞ്ഞു. ഇനി വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ചേർത്താലും മതി. ഉഴുന്നുവടയും ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയതാണ്. അപ്പോൾ
ഇപ്പം എനിക്കും അത്രയ്ക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് വേണ്ട തിന്നായിട്ട് വന്നു. പക്ഷെ നമുക്കിപ്പോൾ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ തിന്നായാലും കുഴപ്പമൊന്നുമില്ലോ. പിന്നെ ലാസ്റ്റൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ചുകൂടെ വട്ടത്തെ വലിപ്പത്തിന് വന്നു. അപ്പോൾ ഇതിപ്പോൾ വട ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ഈ വട മേക്കർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് എളുപ്പമായിരിക്കും. പിന്നെ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പാകമെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ അരിപ്പൊടി ഇടുമ്പോൾ പുറം നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും, ഉള്ളു കണ്ടോ എല്ലാം വെന്തിട്ടുണ്ട്. ഈ ഒരു ചട്നി കൂട്ടി ഒന്ന് കഴിച്ചിട്ട് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം പാകത്തിനാണ് ഈ വടയിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ ഈ ചട്നി അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മല്ലിയില ചട്നി. അപ്പോൾ എല്ലാവരും ഇനി വട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വട മേക്കർ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ അത്രയൊക്കെ എല്ലാം നല്ലൊരു ഷേപ്പ് ആവണമെന്നില്ല, ഒരേപോലെ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കണ്ടല്ലോ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പോൾ കഴിക്കാനും കറക്റ്റ് വലിപ്പമൊന്നും വേണമെന്നില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ 1-2 തവണ ഉണ്ടാക്കി വരുമ്പോൾ പിന്നെ നമുക്ക് നല്ല ഈസി ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.